CPI മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവരാജ് എന്ന നമ്പാല കേശവറാവു ഉൾപ്പെടെ 26 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചു സുരക്ഷാ സേന. നാരായൺപൂരിലെ അബുജ്മത് വനമേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ദിലീപ്, CPI മാവോയിസ്റ്റ് സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. അതിന്റെ പരമോന്നത നേതാവെന്ന് പറയാം, ജനറൽ സെക്രട്ടറി തന്നെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു. ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാണ്ട് 2-3 മാസങ്ങളായി കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നു. തുടർച്ചയായി നിരവധി മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിക്കുകയും ചെയ്യുന്നുണ്ട്. തന്ത്രപ്രധാന മേഖലകളിൽ മാവോയിസ്റ്റുകളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്നല്ലേ ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വിജയകുമാർ, മാവോയിസ്റ്റുകൾക്ക് കനത്ത പ്രഹരമാണ്. അവരുടെ ജനറൽ സെക്രട്ടറി നമ്പാല കേശവറാവുവിനെയാണ് ഇന്ന് സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ, അതായത് നമ്പാല കേശവറാവുവിൻ്റെ മരണം ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. നമ്പാല കേശവറാവു ഉൾപ്പെടെ മാവോയിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആന്ധ്രയിലെ ശ്രീകാകുളം സ്വദേശിയാണ് ബിടെക് ബിരുദധാരിയായ നമ്പാല കേശവറാവു. 2018 ഗണപതി എന്നറിയപ്പെടുന്ന മുപ്പാല ലക്ഷ്മണറാവു രാജിവെച്ചതിനെ തുടർന്നാണ് നമ്പാല കേശവറാവു, ഇയാൾ ബസവരാജ് എന്നും ഗംഗണ്ണ എന്ന പേരിലുമൊക്കെയാണ് മാവോയിസ്റ്റുകളുടെ ഇടയിൽ അറിയപ്പെടുന്നത്. നമ്പാല കേശവറാവു മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറിയായി വരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ, ദണ്ഡകാരണ്യം സ്പെഷ്യൽ സോണിൻ്റെ ചുമതലയുള്ള മധു, അവരുടെ പബ്ലിക്കേഷൻസ് വിഭാഗത്തിലെ നവീൻ തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. 27 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയതായി വിവരം ലഭിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന പേരിൽ നേരത്തെ തന്നെ കേന്ദ്ര CRPFും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് പോലീസും വലിയ തെരച്ചിലും അതോടൊപ്പം തന്നെ ഏറ്റുമുട്ടലുമൊക്കെ നടത്തിയിരുന്നു മാവോയിസ്റ്റുകളുമായി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് 31 മാവോയിസ്റ്റുകളെ, യൂണിഫോമിലുള്ള മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന കൊലപ്പെടുത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്പാല കേശവറാവുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 4 ജില്ലകളിൽ നിന്നുള്ള സുരക്ഷാ സേന ഈ തെരച്ചിലിൽ പങ്കെടുത്തു എന്ന് ലഭിക്കുന്ന വിവരമുണ്ട്. ദന്തേവാഡ, നാരായൺപൂർ, ബിജാപൂർ, കൊണ്ടേഗാവ് എന്നീ സ്ഥലങ്ങളിലെ സുരക്ഷാ സൈനികരാണ് ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ നടത്തിയത്. ഏതാണ്ടൊരു വലിയ പ്രദേശമാണ് ഈ അബുജ്മാദ് എന്ന് പറയുന്ന സ്ഥലം. ഗോവയേക്കാൾ വലിയ വിസ്തൃതിയുള്ള പ്രദേശമാണ് അത്. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ മുതൽ ബിജാപൂർ, ദന്തേവാഡ, കൊണ്ടേഗാവ് തുടങ്ങി മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി വരെയുള്ള ആ പ്രദേശം അത്രയും വലിയ പ്രദേശമാണ്. ഏതായാലും മാവോയിസ്റ്റുകൾക്ക് വലിയ പ്രഹരമേറ്റിരിക്കുകയാണ് അവരുടെ ജനറൽ സെക്രട്ടറിയെ തന്നെ സുരക്ഷാ സൈന്യ കൊലപ്പെടുത്തിയതിലൂടെ. വിജയകുമാർ, ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഔദ്യോഗികമായി ഈ ജനറൽ സെക്രട്ടറി കൊല്ലപ്പെട്ടു എന്നതിൽ ഒരു സേനയുടെ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ബസവരാജ് മരിച്ചു എന്ന മാധ്യമങ്ങൾ, പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്പാല കേശവറാവു, അതാണ് ജനറൽ സെക്രട്ടറി. ബസവരാജ് എന്നാണ് അറിയപ്പെടുന്നത്. 26 മാവോയിസ്റ്റുകളാണ് ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഔദ്യോഗികമായി വിശദീകരണം ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.